ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസങ്ങൾ. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവസാനഘട്ട പര്യടനങ്ങളിൽ. വേനൽ ചൂടിനേക്കാൾ കനത്തതാണ് പാലക്കാടിന്റെ രാഷ്ട്രീയ ചൂട്. ഓരോ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. 1/4 നൂറ്റാണ്ടിനിടെ 2019 VK ശ്രീകണ്ഠൻ മണ്ഡലത്തെ വലത്തോട്ട് അനുകൂലമാക്കി മാറ്റിയത്. 11,941 വോട്ടുകൾക്കാണ് ശ്രീകണ്ഠൻ എന്ന യുവ നേതാവ് അന്ന് വിജയിച്ചു കയറിയത്. ഇത്തവണയും മണ്ഡലം നിലനിർത്തി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെയും ശ്രീകണ്ഠന്റെയും ലക്ഷ്യം. എന്നാൽ 19-ൽ നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചുപിടിച്ച് ചെങ്കൊടി പാറിക്കുക എന്നതാണ് ഇടതു ലക്ഷ്യം. ഇതിനായി കരുത്തനായ വിജയരാഘവനെ തന്നെയാണ് കളത്തിലിറക്കിയിട്ടുള്ളത്. BJP ആകട്ടെ കൃഷ്ണകുമാറിലൂടെ മണ്ഡലം പിടിച്ചെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും പാലക്കാട് ജനത മാറ്റം ആവശ്യപ്പെടുന്നുവെന്നുമാണ് BJP കണക്കുകൂട്ടുന്നു. 3 മുന്നണികളും അവകാശവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വീര്യം പാലക്കാടിനെ വല്ലാതെ തിളച്ചുമറിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് 3 സ്ഥാനാർത്ഥികളും. ആര് വീഴും ആര് വാഴും എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം 2 മാസം കൂടി.